Guys, Nifty flat ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നെഗറ്റീവ് ബയസ് ആണ്. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നിഫ്റ്റി വിൽ കം അഗെയിൻ ടു ലാസ്റ്റ് ഡേ ലോ, ദാറ്റ് ഇസ് 24,300 ടു ബി പ്രിസൈസ്. അതിന് മുമ്പത്തെ ലോ, ദാറ്റ് ഇസ് 24,270. ദീസ് ടു ലെവൽസ് ആർ പോസിബിൾ. ഇഫ് ദാറ്റ് ഇസ് ബ്രോക്കൺ, 24,200ലാണ് മേജർ EMAs, അതുപോലെ 100 EMA, അതുപോലെ 50 EMA, അതുപോലെ 50% ഫിബൊനാച്ചി റിട്രേസ്മെന്റ് എല്ലാം കൺവേർട്ട് ചെയ്യുന്നത്. സോ 24,200 ഈവൻ മോർ സപ്പോർട്ട് ഇറ്റ് ഷുഡ് ഗിവ്. FIAസും പുട്സ് സെൽ ചെയ്തേക്കാണ്. സോ ദർ വിൽ ബി എ സപ്പോർട്ട് at 24,200, 24,300 levels. So be very careful with these levels. Mean reversion trades possible ആണ്. അതുപോലെ 24,500 on the upside. അവിടെയാണ് ഏറ്റവും കൂടുതൽ OI ഉള്ളത് on the call side. To be precise, 24,475. So 24,275 to 475. അതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ റേഞ്ച്. ആ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കും മാർക്കറ്റ് ഉള്ളത്. നെഗറ്റീവ് ആണ്, ബയസ് നെഗറ്റീവ് ആണ്. ബ്രേക്ക്ഔട്ടിനുള്ള ചാൻസ് വളരെ കുറവാണ്. ക്രൂഡ് ഓൾറെഡി 89ലേക്ക് പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. ഫ്രഷ് US സാങ്ഷൻ ഓൺ ഇറാൻ ക്യാൻ come back this week, and FIAs are 89% short in index futures. ലാസ്റ്റ് ഡേ FIAs ബൈ ചെയ്തിട്ടുണ്ട്, DIAസും ബൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ FIAs ഹെവിലി ഷോർട്ടാണ്. എനിക്ക് ക്യാഷ് മാർക്കറ്റിൽ സെൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ഞാൻ എന്താ ചെയ്യുക? ഫസ്റ്റ് ഫ്യൂച്ചേഴ്സിൽ വന്നിട്ട് ഷോർട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ ക്യാഷ് മാർക്കറ്റിൽ സെൽ ചെയ്യുന്നത്. 100 ക്വാണ്ടിറ്റി 1000 ക്വാണ്ടിറ്റിയുടെ കാര്യമല്ല. ഇഫ് ഐ നീഡ് ടു സെൽ ഇൻ ലാക്സ്. അപ്പോൾ 89% FIAs ഫ്യൂച്ചേഴ്സിൽ ഷോർട്ട് ആകുമ്പോൾ ദർ നീഡ് ടു ബി സംതിങ് which we need to be careful about, okay? അതുപോലെ തന്നെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് US ഇറാൻ ടെൻഷൻ തന്നെയാണ്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഡേ ഇറാനെ ഡിഫീറ്റ് ചെയ്തിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമ്യൂസ് US ടെറിട്ടറി ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നുള്ളത്. ആൻഡ് ലാസ്റ്റ് ഡേ ഓൺലി 9 ships have passed through സ്ട്രേറ്റ് ഓഫ് ഹോർമ്യൂസ്. നോർമലി 60-65 ആവറേജ് പാസ് ചെയ്യേണ്ട അടുത്ത് വാറിന് മുമ്പൊക്കെ ഉണ്ടായിരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ ജസ്റ്റ് 9. അതും എനർജി ക്രൈസിസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ US സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഫ്രഷ് ന്യൂ സാങ്ഷൻ, അതായത് ഇറാനെ അവരുടെ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് എക്സ്റ്റേണൽ ട്രേഡ് ചെയ്യാൻ പോലും സമ്മതിക്കാത്ത സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതിനെല്ലാം ഇറാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും മാർക്കറ്റ് മൂവ്. ഓൾറെഡി ബ്രെന്റ് ക്രൂഡ് 89ലാണ്. അവിടെ നിന്നൊരു സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 90 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാർക്കറ്റ് പൊട്ടൻഷ്യലി നല്ല രീതിയിൽ താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. 300 ബ്രേക്ക് ചെയ്ത് 200 ബ്രേക്ക് ചെയ്ത് 24,000ലേക്ക് വന്നാലും ഒരു പ്രശ്നം, ഒരു സർപ്രൈസ് അല്ല അത്. അതുപോലെ തന്നെ പോസിറ്റീവ്സ് ഉണ്ട്. ഡൊമസ്റ്റിക് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ FCNR ഡെപ്പോസിറ്റ്സ് 52.3 ബില്യൺ. അത് ബാങ്കിങ് ലിക്വിഡിറ്റിന്, ബാങ്കിങ് ADRസും പോസിറ്റീവാണ്, നല്ലതാണ്. ബാങ്കിങ് നല്ലതാണ്. IT സ്ലൈറ്റ്ലി വീക്കാണ്. അതുപോലെ റിലയൻസിൽ 2 പോസിറ്റീവ് ട്രിഗർ ഉണ്ട്. ഗവൺമെന്റ് ഹാവ് റെഡ്യൂസ്ഡ് പെട്രോൾ എക്സ്പോർട്ട് വിൻഫോൾ ടാക്സ് ടു 0. അതുപോലെ തന്നെ ഡീസലിലും അവിയേഷൻ ഫ്യൂവലിലും ചെറിയ കട്ടുണ്ട്. അതുപോലെ തന്നെ റിലയൻസ് റോൾസ് റോയ്സ് ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ജെറ്റ് എൻജിൻ മാനുഫാക്ചറിംഗിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം പോസിറ്റീവാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് FIAs ലാസ്റ്റ് ഡേ ബോട്ട് ഫോർ 500 crore പോസിറ്റീവ്. DIAs ഓൾസോ ബോട്ട് 5,350 crores, which is also positive. So 24,500 on the upside, 24,275 on the downside.